5 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ആവുന്ന 150 വാട്ടിന്റെ ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ. ഒരൊറ്റ ഫോണിൽ തന്നെ 3 ചിപ്സെറ്റ് വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഫോണ്. ഏത് രാത്രിയും കിടിലൻ ഫോക്കസും അതുപോലെ തന്നെ കിടിലൻ ലൈറ്റോട് കൂടി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ക്യാമറ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ റിയൽമി ഇപ്പോൾ ലോഞ്ച് ചെയ്ത, അതായത് ഏപ്രിൽ 29 ലോഞ്ച് ചെയ്ത റിയൽമി GT Neo 3 എന്ന് പറഞ്ഞ ഫോണിൻ്റെ വിശേഷങ്ങളാണ്. നമസ്കാരം ഗൈസ്. അപ്പോൾ റിയൽമി അവിടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായിട്ടുള്ള റിയൽമി GT Neo 3 ഇപ്പോൾ ലോഞ്ച് ചെയ്തു കേട്ടോ. ഏപ്രിൽ 29 ലോഞ്ചിങ് 12:30. സോ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഈവനിങ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ ഫോണിൻ്റെ ഫീച്ചേഴ്സ് ഒരുപാടധികം ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അതായത് 5 മിനിറ്റ് കൊണ്ട് 50% ചാർജ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ കുത്തിച്ച് ഒന്ന് ബ്രഷായി വരുമ്പോഴത്തേനും 50% ചാർജായി ഉണ്ടാവും. സോ അങ്ങനത്തെ കിടക്കാച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അങ്ങനെ. സോ ആ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഫോണിൻ്റെ ചെറിയൊരു സ്പെക്കും ഫീച്ചേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഓക്കെ, ആദ്യം തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ റിയൽമി ആദ്യമായിട്ടാണ് 6.7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ഇറക്കുന്നത് കേട്ടോ. 6.7 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് വരുന്നൊരു ഡിസ്പ്ലേ ആദ്യമായിട്ടാണ് റിയൽമി ഇറക്കുന്നത്. അതും ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും ആ ഒരു ഡിസ്പ്ലേക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഗൈസ്, 1 ബില്യൺ കളേഴ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു രക്ഷ ഉണ്ടാവില്ല. ഒരു അടിപൊളി ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് റിയൽമി GT Neo 3 ലഭിക്കുക. മാത്രമല്ല അതിൻ്റെ PPI പിക്സൽ പെർ ഇഞ്ച് നോക്കുകയാണെങ്കിൽ 394 PPI ആണ് ഇതിന് വരുന്നത്. മാത്രമല്ല HDR10+ൻ്റെ സപ്പോർട്ടും ഇതിന് റിയൽമി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് 3 ചിപ്സെറ്റ് ഒരു ടെക്നോളജി വരുന്നുണ്ട്. അതിലൊരു ചിപ്സെറ്റ് വരുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ചിപ്സെറ്റാണ്. അത് നമ്മൾ ഗെയിം കളിക്കുന്ന ടൈമിൽ ഏറ്റവും നല്ല പെർഫോമൻസ് എടുക്കുന്ന, അല്ലെങ്കിൽ PUBG പോലത്തെ അല്ലെങ്കിൽ BGMI പോലത്തെ മാക്സിമം പെർഫോമൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന ഗെയിംസ് കളിക്കുമ്പോൾ ഈ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ചിപ്സെറ്റ് എന്ത് ചെയ്യും, മാക്സിമം ഫ്രെയിം റേറ്റ്, അതായത് ഇപ്പോൾ 90 FPS കളിക്കുന്നതെങ്കിൽ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും 90 FPS കിട്ടും. നിങ്ങൾ 60 FPS കളിക്കുന്നതെങ്കിൽ കോൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും 60 FPS കിട്ടും. അതിനാണ് ആ ഡിസ്പ്ലേ ഡെഡിക്കേറ്റഡ് ആയ ഡിസ്പ്ലേ ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ഫീച്ചർ എനിക്ക് കിടക്കാച്ചായിട്ട് തോന്നി. കാരണം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ട് ഡ്രോപ്പ് വരുമ്പോൾ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആവാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഡ്രോപ്പ് ആവാറുണ്ട്. സോ ഈ ടെക്നോളജി, ഈ ഒരു എക്സ്ട്രാ ചിപ്സെറ്റ് വെച്ചിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ കിടക്കാച്ച ഫീച്ചർ. ഓക്കെ, എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ ഫീച്ചർ. നെക്സ്റ്റ് ആയിട്ട് ഫോണിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ബോഡി നോക്കുകയാണെങ്കിൽ 8.2 mm ആണ് തിക്ക് വരുന്നത് കേട്ടോ. വലിയൊരു തിക്കും ഒന്നുമില്ല, ഒരു ചെറിയ തിക്നെസ് ഉള്ള ഒരു ഫോണാണ്. മാത്രമല്ല 188 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. സോ വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. ബാക്ക് ഗോറില്ല ഗ്ലാസ് ഇല്ല, ഫ്രണ്ട് ഗോറില്ല ഗ്ലാസ്, വിക്ടസ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഗ്ലാസ് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഈ റിയൽമി GT Neo 3 3 കളർ വേരിയൻ്റ് വരുന്നുണ്ട്. ഒരു ബ്ലൂ, അതേപോലെ തന്നെ ബ്ലാക്ക്, അതേപോലെ തന്നെ ഒരു വൈറ്റ്. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് ഒഴിച്ച് ബാക്കിയുള്ള 2 കളറിലും ഒരു റേസിംഗ് സ്ട്രിപ്പ് ആൻഡ് ഒരു റേസിംഗ് കാർസിലൊക്കെ വരുന്ന 2 വര പോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്. സോ വേറെ ലെവൽ ഡിസൈനിങ് ആണ് ഈ റിയൽമി GT Neo 3 റിയൽമി കൊണ്ടുവന്നുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മളെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ MediaTekൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ വന്നുള്ളത്. MediaTekൻ്റെ Dimensity 8100 എന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് റിയൽമി GT Neo 3 വന്നുള്ളത്. ഇതൊരു 5 നാനോമീറ്റർ ചിപ്സെറ്റ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു 2.86 GHz ഒരു ഒക്ടാക്കർ പ്രൊസസ്സറും കൂടിയാണ്. സോ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയ പ്രൊസസ്സർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് അല്ലെങ്കിൽ GPU നോക്കുകയാണെങ്കിൽ മാലിയുടെ അഡ്രിനോ അല്ല, പകരം മാലിയുടെ G610 MC6 എന്നാണുള്ളൊരു ഗ്രാഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു പവർഫുൾ ആയുള്ള ഒരു ഗ്രാഫിക്സ് തന്നെയാണ്, GPU തന്നെയാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ഗ്രാഫിക്സ് യൂണിറ്റ് തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 3.1 ആണ്. സോ അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ തന്നെ സ്റ്റോറേജ് വരുന്നത്. റാം നോക്കുകയാണെങ്കിൽ LPDDR5ൻ്റെ റാമാണ്. ഓക്കെ, അതും അത്യാവശ്യം ഇതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുക. ഓക്കെ, ഈ ഫോണിൽ Android 12 ബേസ്ഡ് ആയിട്ടുള്ള റിയൽമി UI 3.0 ആണ് വന്നിട്ടുള്ളത്. റിയൽമിയുടെ ഏറ്റവും പുതിയ UI വെർഷൻ ആയിട്ടുള്ള റിയൽമി UI 3.0 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ വീണ്ടും കുറേ ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് ഈ പെർഫോമൻസ് കാറ്റഗറിയിൽ. അതായത് ഈ ഫോണിൽ നമുക്ക് ഹയർ ആൻറ്റിന സ്വിച്ചിങ് ആണ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോൺസ് നമ്മൾ ഗെയിം കളിക്കുന്ന ടൈമിൽ നമ്മൾ ഫോണിൻ്റെ 2 ഭാഗം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമ്മൾ കൈ വെച്ച് കവേർഡായിരിക്കും. സോ സിഗ്നൽസ് ഫോൺ വലിക്കുന്ന അല്ലെങ്കിൽ ഫോൺ എടുക്കുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മൾ കവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുന്ന ഒരു
ഒരു ആ ലേറ്റൻസി ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കവർ ചെയ്താൽ വേറെ ഭാഗത്തുള്ള ആൻറ്റിനാസ് ആക്റ്റീവായിട്ട് അവരെന്ത് ചെയ്യും, സിഗ്നൽസ് ക്യാച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമൊക്കെ ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 8 GB വരുന്നുണ്ട്, 12 GB വരുന്നുണ്ട് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ. അപ്പോൾ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 128 വരുന്നുണ്ട്, അതേപോലെ തന്നെ 256 GB വേരിയൻറ്റ് ഇതിൽ വരുന്നുണ്ട്. സോ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. നെക്സ്റ്റ് ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്? Realme GT Neo 3ൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു കിടുക്കാച്ചി ക്യാമറ സെറ്റപ്പ് ആട്ടോ. ഒരുപാട് അപ്ഗ്രേഡേഷൻ ക്യാമറയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിൽ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. ഓക്കെ, ക്യാമറയുടെ പിക്സലിലെ നോക്കേണ്ടി സെൻസർ ഏതാണ് ഈ ഒരു ക്യാമറയിൽ, ഈ ഒരു ഫോണിൽ അവർ കൊടുത്തിട്ടുള്ളത് സോണിയുടെ IMX 766 എന്നുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊരു ഇമേജ് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത സെൻസറാട്ടോ, അടിപൊളി ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു സെൻസർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ലോ ലൈറ്റിലാണ്. ലോ ലൈറ്റിലുള്ള ഫോട്ടോസ്, ലോ ലൈറ്റിലുള്ള ഫോക്കസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെൻസറിൽ അവർ കുത്തി നിറച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഒരു കിടുക്കാച്ചി നൈറ്റ് അതായത് നൈറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ക്യാമറ ആയിട്ട് ഐഫോൺ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ താഴെ ആൻഡ്രോയിഡ് സെക്ഷനിൽ വരുന്ന ഫോണുകൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാമറ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കേട്ടോ. ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് ലെവലിലെ ക്യാമറാസ് വെച്ച് നോക്കരുത്. ഇത് ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ആയിട്ട് നൈറ്റിലൊക്കെ മാക്സിമം പെർഫോമൻസ് തരുന്ന ഒരു ക്യാമറ ആയിട്ട് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 16 MP ക്യാമറയാണ് വരുന്നത്. അതും നോർമൽ ഒരു സെൽഫി ക്യാമറ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, ബാക്കിൽ നമുക്ക് 4K 30 FPS അതേപോലെ തന്നെ 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. കൈറോ EIS സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അൾട്രാ സ്റ്റെബിലൈസേഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ക്യാമറയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് ആയിരിക്കും നമുക്ക് Realme GT Neo 3യിൽ കിട്ടുക. പിന്നെ നമ്മളെല്ലാവരും ഇതിൽ സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ബാറ്ററി. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒരു 2 ബാറ്ററി വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് 150 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും, അങ്ങനെ 2 വേരിയൻസ് ഈ ഫോൺ വരുന്നുണ്ട്. 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുള്ള വേരിയൻ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ബാറ്ററി വരെ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് വരിക, ബാക്കപ്പ്. സോ അതിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നത് 80 വാട്ടാണ്. അതിൽ ഏകദേശം 100% ആവാൻ 32 മിനിറ്റാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി നിങ്ങൾ 150 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം നിങ്ങൾക്ക് 4500 mAh ബാറ്ററി വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 50% ആവാൻ വെറും 5 മിനിറ്റ് മാത്രം മതി. 5 മിനിറ്റ് കൊണ്ട് 50% ആവും. സോ ഈ ഒരു 2 വേരിയൻ്റെ മാറ്റം വരുന്നത് ഇങ്ങനെയാണ്. സോ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് തന്നെയാണ്. 4500 mAh പറഞ്ഞാൽ കുഴപ്പമില്ല. മാത്രമല്ല ഇവിടെ 5 മിനിറ്റ് കൊണ്ട് 50% ആവുന്നുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ബാറ്ററി ബാക്കപ്പ് ഒരു ഇഷ്യൂ അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. സോ ഈ ഇത്രയും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ഹീറ്റാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ കയ്യിൽ കിട്ടണം, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ അവർ അൾട്രാ സേഫ് എന്ന് പറഞ്ഞിട്ടൊരു മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി കൂൾ ചെയ്യാൻ വേണ്ടി എന്തോ അലുമിനിയം വേപ്പറോ ലിക്വിഡ് വേപ്പറോ അങ്ങനെ എന്തോ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചും കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, മറ്റുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നില്ല, അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. പിന്നെ സ്പീക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 24 വാട്ടിൻ്റെ ഒരു കിഡിലൻ ഡോൾബി സ്പീക്കേഴ്സൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. സോ നോക്കാം, ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യാം സാധനം കൈക്ക് കിട്ടിയിട്ട്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, അതേപോലെ തന്നെ NFC ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡുവൽ സിമാണ്, ഡുവൽ 5G വരുന്നുണ്ട്. അത്യാവശ്യം നല്ല 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഏറ്റവും ലാസ്റ്റ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ അതിന് തന്നെ 80 വാട്ടിൻ്റെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അത് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. 128 GB വരുന്നുണ്ട്, അതേപോലെ തന്നെ 256 GB വരുന്നുണ്ട്. 8/128 GB വരുന്നത് 29,999 രൂപയും, അതുപോലെ തന്നെ 12 GB 256 GB വരുന്നത് 31,999 രൂപയാണ്. ഇനി നമ്മൾ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഒറ്റ വേരിയൻറ്റ് വരുന്നുള്ളൂ. ആ ഒരു വേരിയൻറ്റ് എന്ന് പറയുന്നത് 12 GB 256 GB വേരിയൻ്റാണ്. അതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 35,999 രൂപയാണ്. ഓക്കെ, സോ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സും നമുക്ക് അവർ കുത്തി നിറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ, ഫോൺ കൈക്ക് കിട്ടിയാൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സൊക്കെ എന്താ പറയുക നോക്കി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഓഫർ സെയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ടൈമിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എടുത്ത എഫോർട്ടിന് വേണ്ടി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയ ടെക്നോളജിയുടെ നമുക്ക് വീണ്ടും കണ്ടിട്ട് ഗുഡ് ബൈ.